Hi dear students, next problem. Show that the improper integral a to b dx by x minus a whole raised to p converges if p less than 1 and diverges if p greater than or equal to 1. ഇപ്പോൾ ഇവിടെ പി എന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് വിചാരിച്ചു. അതായത് ഇപ്പോൾ സപ്പോസ് പി ഈക്വൽ ടു ഒരു -2, പി ഈക്വൽ ടു -2 ആണെങ്കിൽ നമുക്കിതിന് എന്ത് ചെയ്യാം, എക്സ് മൈനസ് എ ഹോൾ റേസ് ടു 2 എന്ന് എഴുതാം, ഇൻറ്റു ഡി എക്സ് വരും അല്ലേ. അപ്പം ആ സമയത്ത് ഇതൊരു പ്രോപ്പർ ഇൻ്റഗ്രലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പി ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ നോക്കുക. Clearly the given integral is a proper integral if p less than or equal to 0. So let p greater than 0. അപ്പോൾ p എന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി നോക്കൂ, p ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രൻ്റ് എന്നത് എന്താ, 1/x മൈനസ് എ ഹോൾ റേസ് ടു p ആണ് ഇൻ്റഗ്രൻ്റ് അല്ലേ. അപ്പം ഇവിടെ എക്സ് ഈക്വൽ ടു എ എന്ന് കൊടുത്താൽ 1/x മൈനസ് എ റേസ് ടു പി എന്നത് എന്താവും, 1/x മൈനസ് എക്സിന് നമ്മൾ എ എന്ന് കൊടുക്കൂലേ, എ മൈനസ് എ ഹോൾ റേസ് ടു പി എന്ന് വരും. ഇത് 1/0 എന്ന് വന്നു. 1/0 എന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പം എക്സ് ഈക്വൽ ടു എ, അതായത് ലോവർ ലിമിറ്റ് നമ്മൾ എക്സിന് കൊടുത്താൽ ഈ ഫങ്ഷൻ എന്നത് അൺബൗണ്ടഡ് ആയി. അതുകൊണ്ട് തന്നെ ഇതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് ആണ്. അപ്പോൾ നോക്കൂ, ദ ഇൻ്റഗ്രൻറ്റ് 1/x മൈനസ് എ ഹോൾ റേസ് ടു പി ഈസ് അൺബൗണ്ടഡ് അറ്റ് എക്സ് ഈക്വൽ ടു എ ആൻഡ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ ബി. ഹെൻസ് ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് കൈൻഡ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് ആണ്. അപ്പോൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് സോൾവ് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ 1/x മൈനസ് എ ഹോൾ റേസ് ടു പി ഡി എക്സ് ഇസ് ഈക്വൽ ടു, എയിലാണ് ഇത് അൺബൗണ്ടഡ് ആവുന്നത്. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ലോവർ ലിമിറ്റ് അപ്പോൾ എന്താ വരിക, എ പ്ലസ് എപ്സിലോൺ ടു ബി 1/x മൈനസ് എ ഹോൾ റേസ് ടു പി ഡി എക്സ്. Okay, that is equal to limit epsilon tends to 0 plus x minus a whole raised to minus p എന്നത് നമ്മുടെ ഫങ്ഷന്, ഇൻ്റഗ്രൽ എ പ്ലസ് എപ്സിലോൺ ടു ബി എക്സ് മൈനസ് എ ഹോൾ റേസ് ടു മൈനസ് പി ഡി എക്സ്. എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 അല്ലേ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ എക്സ് മൈനസ് എ ഹോൾ റേസ് ടു മൈനസ് പിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക, എക്സ് മൈനസ് എ ഹോൾ റേസ് ടു മൈനസ് പി പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് പി പ്ലസ് 1 വരും. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എക്സ് മൈനസ് എ ഹോൾ റേസ് ടു മൈനസ് പി പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് പി പ്ലസ് 1 limit a plus epsilon to b. If p not equal to 1, p 1 ആവാൻ പാടില്ല. ഓക്കെ, ഇത് നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു ഈ മൈനസ് പി പ്ലസ് 1 നമുക്ക് 1 മൈനസ് പി എന്ന് എഴുതാമല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് എഴുതാം. ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എക്സ് മൈനസ് എ ഹോൾ റേസ് ടു 1 മൈനസ് പി ഡിവൈഡഡ് ബൈ 1 മൈനസ് പി. ലിമിറ്റ് എന്നത് എ പ്ലസ് എപ്സിലോൺ ടു ബി. ഈ 1 മൈനസ് പിനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 മൈനസ് പി ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എക്സ് മൈനസ് എ ഹോൾ റേസ് ടു 1 മൈനസ് പി എന്ന് വന്നു. ലിമിറ്റ് എന്നത് എ പ്ലസ് എപ്സിലോൺ ടു ബി. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ
1 minus 1 by p ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ബി എന്നായി മാറി. അപ്പോൾ ബി മൈനസ് എ ഹോൾ റൈസ് ടു 1 മൈനസ് പി മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുക എക്സിന്. ഇപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എ പ്ലസ് എപ്സിലോൺ എന്ന് വരും. അപ്പോൾ എ പ്ലസ് എപ്സിലോൺ മൈനസ് എ ഹോൾ റൈസ് ടു 1 മൈനസ് പി. ഓക്കെ, ഈ എയും ഒരു എയും കൂടെ ക്യാൻസലാവും. ബാക്കി എപ്സിലോൺ റൈസ് ടു 1 മൈനസ് പി എന്ന് വരും ഈ ഒരു ടേമിൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 1 മൈനസ് പി ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ബി മൈനസ് എ ഹോൾ റൈസ് ടു 1 മൈനസ് പി മൈനസ് എപ്സിലോൺ റൈസ് ടു 1 മൈനസ് പി. ഈ രണ്ട് ടേമിനും ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 1 മൈനസ് പി ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ബി മൈനസ് എ ഹോൾ റൈസ് ടു 1 മൈനസ് പി മൈനസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ റൈസ് ടു 1 മൈനസ് പി. ഇവിടെ നോക്കൂ, ബി മൈനസ് എ ഹോൾ റൈസ് ടു 1 മൈനസ് പി എന്ന ഈ ടേമിൽ എപ്സിലോൺ ഇല്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എപ്സിലോൺ. അപ്പോൾ നമ്മൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസിന് എവിടെയെങ്കിലും കൊടുക്കണോ? വേണ്ട. അപ്പോൾ ഇതിൻ്റെ അതായത് കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്നത് ബി മൈനസ് എ ഹോൾ റൈസ് ടു 1 മൈനസ് പി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 1 മൈനസ് പി ഇൻറ്റു ബി മൈനസ് എ ഹോൾ റൈസ് ടു 1 മൈനസ് പി മൈനസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ റൈസ് ടു 1 മൈനസ് പി എന്ന് വന്നു. ദിസ് ഈസ് നമ്പർ 1. ഓക്കെ, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ റൈസ് ടു 1 മൈനസ് പി എന്താണെന്ന് നമുക്കറിയണം. ഓക്കെ, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ റൈസ് ടു 1 മൈനസ് പി ഈസ് ഈക്വൽ ടു, ഇപ്പോൾ സപ്പോസ് പി എന്നത് ലെസ് ദാൻ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ റൈസ് ടു 1 മൈനസ് പി എന്നത് എന്താവും വരിക? പി എന്നത് ലെസ് ദാൻ 1 അല്ലേ? ഞാൻ പിക്ക് ഒരു -2 എന്ന് കൊടുത്തു അല്ലേ? അല്ലെങ്കിൽ പിക്ക് -2 വേണ്ട, 0 കൊടുക്കാം. 1നേക്കാളും ചെറിയ വാല്യൂ 0 ഉണ്ടല്ലോ. അപ്പം ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ റൈസ് ടു 1 മൈനസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ റൈസ് ടു 1. എപ്സിലോൺ റൈസ് ടു 1 ഈസ് എപ്സിലോൺ. എപ്സിലോൺ 0ലേക്ക് പോകുമ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ എന്നത് എന്താ ആൻസർ വരിക? ദാറ്റ് ഈസ് 0. അപ്പോൾ പി ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ ലിമിറ്റ് എന്നത് 0 ആണ്. ഓക്കെ, അപ്പം ദിസ് ഈസ് 0 ഇഫ് പി ലെസ് ദാൻ 1. ഇനി പി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴോ നമുക്ക് നോക്കാം. പി ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് വിചാരിച്ചോളൂ. പി എന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. നമുക്ക് കാണേണ്ടത് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ റൈസ് ടു 1 മൈനസ് പി ആണ്. അതായത് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ റൈസ് ടു 1 മൈനസ് പി എന്നത് 1നേക്കാളും കൂടുതലാണ്. അപ്പോൾ ഞാനൊരു പി ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. അപ്പോൾ 1 മൈനസ് 2 എന്ന് വരും. ദാറ്റ് ഈസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഈ എപ്സിലോൺ റൈസ് ടു 1 മൈനസ് 2 എന്നത് എപ്സിലോൺ റൈസ് ടു -1 ആയിട്ടുണ്ടാവും. എപ്സിലോൺ റൈസ് ടു -1 എന്നത് 1 by എപ്സിലോൺ ആണ്. അപ്പോൾ എപ്സിലോൺ ഇവിടെ 0 എടുക്കുമ്പോൾ 1 by 0 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ പി ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ നമ്മുടെ ഈ ലിമിറ്റ് എന്നത് ഇൻഫിനിറ്റിയാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഇൻഫിനിറ്റി ഇഫ് പി ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നമുക്ക് ഈ ഒരു ലിമിറ്റ് എന്ന ഇതിൻ്റെ വാല്യൂ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് 1 എന്നത് ഇൻ്റഗ്രൽ a to b 1 by x minus a whole raised to p dx equal to 1 by 1 minus p into b minus a whole raised to 1 minus p minus limit epsilon tends to 0 plus epsilon raised to 1 minus p എന്നാണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ റൈസ് ടു 1 മൈനസ് പി എന്നത് പി ലെസ് ദാൻ 1ൽ 0യും പി ഗ്രേറ്റർ ദാൻ 1ൽ
ഇൻഫിനിറ്റിയാണ്. അപ്പം പി എന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താ? പി എന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ പി എന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ വെൻ പി ലെസ് ദാൻ 1 integral a to b 1 by x minus a whole raised to p dx is equal to 1 by 1 minus p into b minus a whole raised to 1 minus p minus 0 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു b minus a whole raised to 1 minus p ഡിവൈഡഡ് ബൈ എന്തുകൊണ്ടുണ്ടായിരുന്നു താഴെ 1 minus p എന്നുണ്ടായിരുന്നു. ഓക്കെ, അതേസമയം വെൻ പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മുടെ ആ ലിമിറ്റ് എന്നത് എന്തായിരുന്നു? ഇൻഫിനിറ്റിയാണ് വരുന്നത് അല്ലേ. പി ഗ്രേറ്റർ ദാൻ 1 ഈ ലിമിറ്റ് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ പി ഗ്രേറ്റർ ദാൻ 1 കൊടുക്കുമ്പോൾ ഈ ടേം എന്നത് ഇവിടെ ഇൻഫിനിറ്റി ആവും. അപ്പോൾ ടോട്ടൽ എന്തുതന്നെയാവുക? ഇതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിട്ട് മാറും. അപ്പോൾ വെൻ പി ഗ്രേറ്റർ ദാൻ 1 ഇൻ്റഗ്രൽ എ ടു ബി 1 by x minus a whole raised to p dx is equal to infinity. Okay, that is integral a to b 1 by x minus a whole raised to p dx is equal to 1 by 1 minus p into b minus a whole raised to 1 minus p if എപ്പോഴാണ് ആ വാല്യൂ കിട്ടിയത് നമുക്ക്? p less than 1 and infinity if p greater than 1. അപ്പോൾ നമുക്ക് p ലെസ് ദാൻ 1 ഇവിടെ ഒരു വാല്യൂ കിട്ടിയത്. അതുകൊണ്ട് നമ്മുടെ ഈ ഇൻ്റഗ്രൽ കൺവേർട്ട് ചെയ്യുന്നത് p ലെസ് ദാൻ 1 അതേസമയം p ഗ്രേറ്റർ ദാൻ 1 നമുക്ക് ഇൻഫിനിറ്റി വാല്യൂ ആണ് കിട്ടിയത്. അതുകൊണ്ട് അത് ഡൈവേർജൻ്റ് ആണ്. ഓക്കെ, ഹെൻസ് ഇൻ്റഗ്രൽ a to b dx by x minus a whole raised to p is convergent if എപ്പോഴാണ് നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടിയത്? if p less than 1 and divergent if p greater than 1. നമുക്ക് p ഈക്വൽ ടു 1 ഇത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ നോക്കണം. സോ വെൻ p ഈക്വൽ ടു 1 integral a to b 1 by x minus a whole raised to p dx becomes pക്ക് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. അപ്പോൾ ഇൻ്റഗ്രൽ a to b 1 by x minus a dx എന്ന് വരും. ഇവിടെ ലോവർ ലിമിറ്റിൽ ഇത് ഫങ്ഷൻ അൺബൗണ്ടഡ് ആണ്. കാരണം എക്സിന് a കൊടുക്കുമ്പോൾ 1 by a minus a എന്ന് വരും. ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. 1 by x minus a എന്നത് ഇൻഫിനിറ്റി ആവും. അപ്പോൾ ദിസ് ഈസ് അൺബൗണ്ടഡ് അറ്റ് x ഈക്വൽ ടു a. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇൻ്റഗ്രൽ a പ്ലസ് എപ്സിലോൺ ടു b 1 by x minus a dx എന്ന് എഴുതാം. ഇനി 1 by x minus a ഇൻ്റഗ്രൽ എന്താ? log x minus a ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് log x മൈനസ് എ. ലോവർ ലിമിറ്റ് എന്നത് എ പ്ലസ് എപ്സിലോണ്, അപ്പർ ലിമിറ്റ് ബി. ദാറ്റ് ഈസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ലോഗ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ബി മൈനസ് എ എന്ന് വരും, മൈനസ് ലോഗ് ലോവർ ലിമിറ്റ് എ പ്ലസ് എപ്സിലോൺ മൈനസ് എ. ഈ എയും എയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് ബി മൈനസ് എ എന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് ലോഗ് ബി മൈനസ് എ തന്നെ വരിക. ബാക്കിയുള്ള ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ലോഗ് എപ്സിലോൺ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ബി മൈനസ് എ മൈനസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ലോഗ് എപ്സിലോൺ. ഇനി ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ലോഗ് എപ്സിലോൺ എന്നത് എന്താണ്? ഇത് എക്സിസ്റ്റ് ചെയ്യൂല. അതുകൊണ്ട് തന്നെ നമുക്കിതിന് ഒരു വാല്യൂ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സമയത്ത്, അതായത് p ഈക്വൽ ടു 1 ആകുമ്പോഴും നമ്മുടെ ഈ ഇൻ്റഗ്രൽ എന്നത് ഡൈവേർജൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും എഴുതുക. സിൻസ് ദ ലിമിറ്റ്
limit epsilon tends to 0 plus log epsilon does not exist. ഇതിന് വാല്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോഗ് ബി മൈനസ് എ മൈനസ് ലോഗ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ലോഗ് എപ്സിലോൺ എന്നത് നമുക്കൊരു വാല്യൂ ഇല്ല. Therefore, integral a to b dx by x minus a is divergent. ഓക്കെ, അപ്പം പി എന്നത് ലെസ് ദാൻ 1 നമ്മുടെ ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജൻ്റ് ആണ്. പി എന്നത് ഗ്രേറ്റർ ദാൻ 1 പി എന്നത് ഈക്വൽ ടു 1 നമ്മുടെ ഇൻ്റഗ്രൽ എന്നത് ഡൈവേർജൻ്റ് ആണ്. ഹെൻസ് the given improper integral is convergent if p less than 1 and is divergent if p greater than or equal to 1. Thank you.